സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിഗുരുതരമായ അതിനിഷ്ഠൂരമായ ആക്രമണം എങ്ങനെയായത് ഉണ്ടായതെന്ന് നിങ്ങളിൽ പല മാധ്യമ പ്രവർത്തകർക്കും അറിവുള്ളതാണ്, ഇതിനോടകം അറിയുന്നതാണ്. ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരനും ഒരു പൂജാരിയും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഒരു പൊതുപ്രവർത്തകനുമായ ഒരു ചെറുപ്പക്കാരനെ വീടിന്റെ മുന്നിൽ 2-3 ചെറുപ്പക്കാർ ഉത്സവം കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കെ കുന്നുംകുളത്തെ 4 പോലീസ് ഹേമാമാർക്ക് അവിടെ വരുന്നു. ആ ചെറുപ്പക്കാരോട് തട്ടിക്കയറുന്നു. ആ ചെറുപ്പക്കാരോട് തട്ടിക്കയറുന്നത് കേട്ട് നിന്ന അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് സുജിത്ത് എന്ന് പേരുള്ള ഒരു പൊതുപ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ, അവൻ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ പറയണം, ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പോലീസ് ഹേമമാർ ആ 3 ചെറുപ്പക്കാരെ മാറ്റി നിർത്തി ഈ സുജിത്തിനെ ജീപ്പിൽ കയറ്റി കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സുജിത്ത് പറയുന്ന കേട്ടിട്ട് മനുഷ്യത്വമുള്ള മനുഷ്യർ മുഴുവൻ മരവിച്ചു നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ പോലീസ് ജീപ്പിലിട്ട് സ്റ്റേഷനിൽ എത്തുന്നവരെ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദിച്ചതിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ അളവ് മാത്രമേ ഈ കേരളീയ സമൂഹം കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് സുജിത്തിന്റെ മാത്രം പ്രശ്നമാണോ? തൃശൂർ ജില്ലയിൽ തന്നെയല്ലേ വിനായകൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുടി നീട്ടി വളർത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത്, അതിന്റെ പേരിൽ മരണത്തിലേക്ക് പോയത് എന്ന് മാത്രമാണോ? വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പേരുള്ള ഒരു വ്യക്തി മരണപ്പെട്ടത് ഈ 9 വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിലല്ലേ? നിങ്ങൾ ആലോചിക്കണം, കോട്ടയം ജില്ലയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരമ്മ വന്ന് കരയുകയാണ് പോലീസ് ഹേമമാരോട്. എന്റെ മകനെ ഒരു ഗുണ്ട, നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ട പിടിച്ചോണ്ട് പോയി, എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് ഒരമ്മ കോട്ടയത്തെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. പോലീസ് ഹേമമാർ അനങ്ങിയില്ല. എന്താ സംഭവിച്ചത്? കോട്ടയത്തെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ വീരശൂര പരാക്രമിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ആ ചെറുപ്പക്കാർ 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ കൊന്ന് കോട്ടയം പോലീസ് സ്റ്റേഷന് വളപ്പിലേക്ക് തള്ളിയിട്ടു. നിങ്ങൾ ആലോചിക്കുക, ഈ കേരളത്തിൽ മനുഷ്യത്വം മരവിച്ച ഒരു മുഖ്യമന്ത്രി, മനുഷ്യ മൃഗത്തെ പോലെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി, ഈ 2023 ഈ വിഷയം നടക്കുന്ന അതേ സന്ദർഭത്തിലാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സ് നടന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? മനുഷ്യന് പ്രയോജനമില്ലാത്ത, സാധാരണപ്പെട്ട ആളുകൾക്ക് പ്രയോജനമില്ലാത്ത ഒരു വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോട് പോയ ഒരു ജാഥയെ ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഇതിനു മുമ്പ് പ്രതിഷേധങ്ങൾ നടന്നിട്ടില്ലേ? ആ പ്രതിഷേധ സമരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാ കൈകാര്യം ചെയ്തത്?